നല്ല ഭർത്താവിനെ കിട്ടാനായിട്ട് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞവരും എടുക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതം. തിരുവാതിര നാൾ തുടങ്ങി തീരുന്നത് വരെ വ്രതമാണ്. അതായത് ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ 5:30 വരെയാണ് വ്രതം വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് തിരുവാതിരക്കളിയും മൈലാഞ്ചി ഇടലും പാതിരാ പൂച്ചൂടലും പിന്നെ രാവിലെയുള്ള തുടിച്ചുവിളിയും ഒക്കെയാണ് മെയിൻ ആയിട്ട് നടക്കുക. അപ്പൊ മകയിരനാളിന് വ്രതം എടുക്കുന്നവരൊക്കെ ഒരിക്കലായിരിക്കും, അതായത് അരിയാഹാരം ഒന്നും ഇല്ലാണ്ട് ഗോതമ്പ്, തിരുവാതിര പുഴുക്ക്, കൂവ വിറകിയതൊക്കെ ആയിരിക്കും കഴിക്കേണ്ടത്. അതുപോലെ ഇന്ന് സന്ധ്യക്കാണ് എട്ടങ്ങാടി നിവേദിക്കുന്നത് കേട്ടോ. കുറച്ച് ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ട് കേട്ടോ. എട്ടങ്ങാടി ഉണ്ടാക്കുമ്പോൾ ആചാരപ്രകാരം ഇതൊക്കെ ചുട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എനിക്ക് ഇവിടെ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഡയറക്റ്റ് കുക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് പണ്ട് ശ്രീപാർവതി മഹാദേവന് കൊടുക്കാനായിട്ട് അവിടെ കിട്ടിയിരുന്ന കിഴങ്ങുകളൊക്കെ ചുട്ടെടുത്തിട്ടാണ് നിവേദ്യം ഉണ്ടാക്കി കൊടുത്തതെന്നാണ് പറയുന്നത്. ആ ഒരു ആചാരം ഫോളോ ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചുട്ടിട്ട് ഉണ്ടാക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പാതിരാ പൂജുടലും മൈലാഞ്ചിടലും തിരുവാതിരക്കളിയും ഒക്കെയാണ്. തിരുവാതിര നാളിന് രാവിലെ തുടിച്ചുകുളി ഉണ്ടായിരിക്കും. അതായത് കുളത്തിൽ പോയിട്ടുള്ള കുളിയാണ്. അതിന് തന്നെ സാധാരണ കുളിയല്ല, കുറേ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് തുടിപ്പാട്ടുകളുണ്ട്, അതുപോലെ മലര് വറക്കൽ, പിന്നെ കുളത്തിൽ ഗണപതി കളിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പാട്ടുകൾ, തിരിച്ചു വരുമ്പോഴത്തേനും വഞ്ചിപ്പാട്ട് പാടി വരിക, അങ്ങനത്തെ കുറെ ആചാരങ്ങളുണ്ട് കേട്ടോ. പിന്നെ തിരുവാതിരയ്ക്ക് മാത്രം പാടുന്ന ഒരു പാട്ടാണ് മംഗലാതിര. അത് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ തിരുവാതിര പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേക താളവും ഈണവും ഒക്കെ ഉണ്ടായിരിക്കും. തുടിപ്പാട്ടാണെങ്കിലും മംഗലാതിര, ഇതിന്റെയൊക്കെ താളവും ഈണവും ഒക്കെ ഒരു സെയിം ആണ് കേട്ടോ. ഒരുപാട് സന്തോഷവും കളിയും ചിരിയും ഒക്കെ നിറഞ്ഞതാണ് ഈ ഒരു തിരുവാതിര ദിവസം കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയത് എട്ടങ്ങാടിയും കൂവ വിറകിയതാണ് കേട്ടോ, കൂവ പായസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ടങ്ങാടി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചുട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്, ഡയറക്റ്റ് കുക്ക് ചെയ്യുക ചെയ്ത്. നിങ്ങൾക്ക് ചുട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ എടുത്തിട്ടുണ്ട്.